ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 20-ാം അധ്യായം. മറ്റ് രാജ്യങ്ങളുമായി യുദ്ധത്തിനേർപ്പെടുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് എന്നുള്ള വലിയ ദൂതാണ് മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് ഇവിടെ നൽകുന്നത്. മറ്റ് രാജ്യങ്ങൾ നിങ്ങളെക്കാൾ ശക്തന്മാരായിരിക്കാം, പക്ഷെ നിങ്ങളോട് കൂടെ ഉള്ളത് മിസ്രയീമിൽ നിന്ന് അത്ഭുതകരമായി നിങ്ങളെ വിടുവിച്ചവനായ ദൈവമാണ്. ആ ദൈവത്തിൽ മാത്രം നിങ്ങൾ ആശ്രയിച്ചാൽ മതി. അതുകൊണ്ട് ശത്രു എത്ര വലിയവനായാലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നിവിടെ പറയുന്നു. പുതിയ നിയമവുമായി ഇതിനെ ബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇവിടെ ശത്രു ഈ ഭൂമിയിലെ രാജ്യങ്ങളോ ജനങ്ങളോ ഒന്നുമല്ല. നമുക്കൊരൊറ്റ ശത്രു മാത്രമേ ഉള്ളൂ, അത് പിശാചാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള ഭാഗങ്ങൾ പൗലോസ്ലീഹ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തി പ്രാപിക്കുവിൻ. നമുക്കൊരു പോരാട്ടം അഥവാ യുദ്ധമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യനോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മസേനയാണ്. അതിനോടാണ് നമുക്ക് യുദ്ധമുള്ളത്. ആ യുദ്ധത്തിൽ പിശാചിനെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതായിട്ടില്ല. അതിനെയൊക്കെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന സർവശക്തനായ ദൈവം നിങ്ങളോടുകൂടെ ഉണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരനും പറയുന്നു, യഹോവ നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാണ്. എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്നൊക്കെ സങ്കീർത്തനക്കാരൻ പാടിയതും അതുകൊണ്ട് തന്നെയാണ്. 91-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ മഹിമപ്പെടുകയും ചെയ്യുന്നവൻ ഒന്നും ഭയപ്പെടേണ്ടതില്ല. അവൻ തൻ്റെ തൂവൽ കൊണ്ട് നിന്നെ മറയ്ക്കും, തൻ്റെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം തരും. ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ ശത്രുവായ ആ പരുന്തിൽ നിന്ന് കാത്ത് സംരക്ഷിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ചിറകുകളുടെ കീഴിൽ അവൻ നമ്മെ കാത്തു പരിപാലിക്കും. അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചമായിരിക്കും, അത് പരിചയമായിരിക്കും. പകൽ പറക്കുന്ന അസ്ത്രം, രാത്രിയുടെ ഭീകരത, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശം, ഒന്നിനെയും നീ ഭയപ്പെടേണ്ടതില്ല. തൻ്റെ പാർശ്വത്തിൽ അവൻ നിന്നെ കാത്ത് സംരക്ഷിച്ചുകൊള്ളും. നിന്റെ വശങ്ങളിൽ 1000-ങ്ങളും 10,000-ങ്ങളും ഒക്കെ വീണേക്കാം, പക്ഷെ നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. അതുകൊണ്ട് നിന്റെ വഴികൾ നിന്നെ കാക്കുവാൻ അവൻ തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചയക്കും. അതാണ് നമ്മൾ കാവൽ മാലാഖ എന്ന് പറയുന്നതാണ്. പ്രിയമുള്ളവർ, ഇത്രയും വലിയ വാഗ്ദത്തം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ, പ്രത്യേകിച്ച് സന്ധ്യാപ്രാർത്ഥനകൾ, എല്ലാ ദിവസവും ഈ സങ്കീർത്തനം നമ്മൾ എല്ലാ ദിവസവും ആവർത്തിച്ച് ചൊല്ലുന്നത് അതുകൊണ്ടാണ്. രാവിലെയും ഇത് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ പിതാക്കന്മാർ ഇത് നമുക്ക് ക്രമീകരിച്ച് ഇത് തന്നിരിക്കുന്നത് നമുക്ക് വലിയ ധൈര്യവും വലിയ പ്രത്യാശയും വലിയ സംരക്ഷണവുമാണ്. ദൈവത്തിൻ്റെ കാവൽ നമ്മളോടൊപ്പമുണ്ട്. ദൈവത്തിൽ മാത്രം നമ്മൾ ആശ്രയിച്ചാൽ മതി. ഒരിക്കലും സമസൃഷ്ടികളെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. സൃഷ്ടിതാവായ ദൈവത്തെ ഭയപ്പെട്ട് ആ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വിധേയമായി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിലുള്ള ഒരു ശത്രുവിനെയും നമുക്ക് ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നു, നീ ഒരുവൻ ഒരു കൃഷിത്തോട്ടം നട്ടുണ്ടാക്കി അവൻ ഫലമെടുക്കാറായി അവൻ്റെ ചിന്ത അങ്ങോട്ടാണെങ്കിൽ അവൻ യുദ്ധത്തിന് പോകാൻ പാടില്ല. ഒരുവൻ്റെ വിവാഹം ഉറപ്പിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ യുദ്ധത്തിന് പോകാൻ പാടില്ല. അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം ദൈവത്തേക്കാൾ ഉപരി മറ്റെന്തിനെയെങ്കിലുമാണ് നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ, ദൈവത്തിലുള്ള ആശ്രയത്തേക്കാൾ എന്തെങ്കിലും ആഗ്രഹമാണ് നിനക്ക് മുന്നിൽ നിൽക്കുന്നെങ്കിൽ നീ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യണ്ട. അതിനുവേണ്ടി നീ പോവേണ്ട കാര്യമില്ല. നീ നിൻ്റെ ആ വഴിക്ക് നീ പോവുക. കാരണം അതിൻ്റെ അർത്ഥം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുന്നവൻ മാത്രം ദൈവികമായ ശുശ്രൂഷയിൽ ഏർപ്പെട്ടാൽ മതി എന്നാണ് പുതിയ നിയമത്തിൽ ഇതിൻ്റെ അർത്ഥം. എന്നാൽ പലപ്പോഴും ശുശ്രൂഷകന്മാരായിരിക്കുന്ന നമുക്കൊക്കെ പലർക്കും അത് സാധിക്കുന്നില്ല. പൂർണ്ണ ഹൃദയത്തോടെയാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ
നമ്മൾ ഈ ഭൂമിയിലുള്ള ഒറ്റൊന്നിനെയും നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. അപ്പോൾ എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവികമായ ശുശ്രൂഷ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ളൂ. അവർ മാത്രമേ ശുശ്രൂഷയെ പ്രവേശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാൽ ഇന്ന് നമുക്കറിയാം, അങ്ങനെയുള്ള എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ അധികാരങ്ങൾക്ക് വേണ്ടിയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ ഒന്നും സഭയിലോ സമൂഹത്തിലൊരു തർക്കമോ കലഹമോ വ്യവഹാരമോ ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ദൈവത്തേക്കാൾ ഉപരിയായി ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും. അതുകൊണ്ട് ഏത് വിധേനയെങ്കിലും ആ സ്ഥാനം ലഭിക്കാൻ വേണ്ടി എല്ലാവരും ഏത് മാർഗവും സ്വീകരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അത് നമ്മളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എത്രയോ വ്യക്തമായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതിൻ്റെ സൂചനകൾ ദൈവം നമുക്ക് മുന്നമേ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാറ്റിനേക്കാൾ ഉപരിയായി ഏറ്റവും അധികമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വലിയ മനോഭാവത്തേക്ക് നമുക്ക് വരാൻ സാധിക്കണം. അങ്ങനെയുള്ളവരെ ഈ ഭൂമിയിലുള്ള ഒരു ശക്തിക്കും, അതാ പൗലോസ്ലീഹ പറഞ്ഞ, ഇനി ഭൂമിയിലുള്ള ഒരു ശക്തിക്കും, ഉയരത്തിനോ ആഴത്തിനോ നഗ്നതയ്ക്കോ പട്ടിണിക്കോ വാളിനോ ക്ഷാമത്തിനോ ഒന്നും ദൈവം എൻ്റെ കർത്താവുമായുള്ള സ്നേഹബന്ധം എന്നെ വേർപെടുത്താൻ ഇനി ആവില്ല. ഞാൻ മരിച്ചു, ക്രിസ്തുവിൽ മറഞ്ഞു, ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് പറയാൻ സാധിക്കുന്ന ആ വലിയ അനുഭവം, അതാണ് ആധ്യാത്മികതയുടെ പൂർണ്ണത എന്ന് പറയുന്നത്. ആ ഒരു പൂർണ്ണതയിലേക്കാണ് ഞാനും നിങ്ങളും വളർത്തപ്പെടേണ്ടത്. അതിനാണ് നമ്മൾ വേദപുസ്തകം വായിക്കേണ്ടത്, പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നതൊക്കെ ആ പൂർണ്ണതയിലേക്കുള്ള ഒരു പ്രവേശനത്തിനാണ്. അതുകൊണ്ട് ശത്രുവാകുന്ന പിശാചിനെ ഭയപ്പെടാതെ, മനുഷ്യനെ ഭയപ്പെടാതെ, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണവിധേയമായി ദൈവത്തോടൊപ്പം നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ മറ്റാരെയും ഒരു തിന്മയെയും നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല. അതുകൊണ്ട് ആ ദൈവത്തിലുള്ള പൂർണ്ണമായ സമർപ്പണത്തിന് ദൈവമേ, പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.